ഹായ്, ഞാൻ സുജിത രതീഷ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് രുചികരമായ ഒരു മത്തങ്ങ എരിശ്ശേരി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മത്തങ്ങ എരിശ്ശേരി തയ്യാറാക്കാനായി ഞാനിവിടെ 1 കപ്പ് പരിപ്പ് ഒരു 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് നന്നായിട്ട് വാഷ് ചെയ്തത് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 600 ഗ്രാം മത്തങ്ങ ഇതുപോലെ മീഡിയം സൈസ് ക്യൂബായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 പച്ചമുളക് നെടുകെ പിളർന്നത് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 2.25 കപ്പ് വെള്ളമാണ്. അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുള്ളൂ. ഉപ്പ് ആവശ്യമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ പരിപ്പ് മത്തനും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി പ്രഷർ തനിയെ പോയിക്കോട്ടെ, തീ ഓഫ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ തേങ്ങ അരച്ചെടുക്കാം. ഇതിനായി ഞാനിവിടെ ഒരു 1.25 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു 2-3 ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരയണം കേട്ടോ. സാധാ സദ്യ എരിശ്ശേരി പോലെ അല്ല ഇത്. അപ്പോൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രഷർ പോയോ നോക്കാം. പ്രഷർ പോയിട്ടുണ്ട്. മൂടി തുറന്ന് പരിപ്പും മത്തനും ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, മത്തന് വല്ലാതെ അങ്ങ് ഉടഞ്ഞു പോരുത് കേട്ടോ. ഇതുപോലെ ചെറിയ ക്യൂബായിട്ടിരിക്കണം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി നല്ല തിള വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ആവശ്യമായ കടുക് വറുത്തിടാം. ഇതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 2-3 വറ്റൽമുളക് പൊട്ടിച്ചതും 1/4 കപ്പ് തേങ്ങയും ചേർക്കാം. ഇത് നല്ലപോലെ ഒന്ന് വറുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ നല്ല ഇതുപോലെ ചുവന്ന കളറായി വരുന്ന സമയത്ത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇച്ചിരി കറി പാനിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്താൽ നല്ല സ്വാദാണ്. അതിനുശേഷം കറി നല്ലപോലെ ഒന്ന് ഇളക്കി പെട്ടെന്ന് തന്നെ ഒരു മൂടി കൊണ്ട് അടച്ചു വയ്ക്കാം. ആ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് കറിയിൽ തന്നെ തങ്ങി നിൽക്കാൻ വേണ്ടിയാണത്. അതിനുശേഷം നമുക്കിത് ചോറിന് കൂടെ സെർവ് ചെയ്യാം. സദ്യ എരിശ്ശേരി പോലെ വളരെ കുറുകിയ ഒരു എരിശ്ശേരി അല്ല കേട്ടോ. ഇതൊരു കറി ടൈപ്പാണ്. ഞങ്ങളുടെ കോഴിക്കോടുള്ള വീടുകളിലേക്ക് മിക്കവാറും എല്ലാ ദിവസവും ഇതുപോലെ മത്തൻ വെച്ചും വെള്ളരി വെച്ചും അതുപോലെ പച്ചക്കായ വെച്ചും ഒക്കെ തയ്യാറാക്കുന്ന ഒരു കറിയാണിത്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്യുക. വെള്ളത്തിൻ്റെ അളവ് കറിയുടെ തിക്നെസ് നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പക്ഷേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ കറി ടേസ്റ്റ്. അപ്പം വീണ്ടും അടുത്ത ഒരു നല്ല റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.